നമ്മൾ പഴം കൊണ്ടൊരു അടിപൊളി ഉന്നക്കായ ഉണ്ടാക്കാൻ പോവാണ്. ഉന്നക്കായ പാപ്പ ഉണ്ടാക്കും, ഞാൻ വീഡിയോ പിടിക്കും. അപ്പോൾ ഉന്നക്കായക്ക് വേണ്ടി ഇവിടെ ഒരു 5 പഴം ഞാൻ എടുത്തിട്ടുണ്ട്. അത് കട്ട് ചെയ്ത് ഇഡ്ഡലി ചെമ്പിലേക്ക് മാറ്റുകയാണ്. പിന്നെ നമ്മുടെ പഴം വേവാൻ വെച്ചിട്ടുണ്ട്. ഒന്ന് ആവിയിൽ വെന്ത് വരും വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ പഴം ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി അത് നമുക്ക് ഒന്ന് ചൂടാറാൻ വെക്കാം. അപ്പോഴേക്കും നമുക്ക് പിന്നെ അതിനുള്ള ഫില്ലിങ്സ് റെഡിയാക്കാം. ഫില്ലിങ്സിനായി ഇവിടെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ നെയ്യ് ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഇവിടെ കുറച്ച് ക്രഷ് ചെയ്ത് വെച്ച ബദാം പരിപ്പുണ്ട്, അത് ഇട്ട് കൊടുക്കുകയാണ്. ഇനി അതിലേക്ക് നമ്മൾ മുന്തിരി ഇട്ട് കൊടുക്കുക. മുന്തിരി ഇട്ട് കൊടുക്കുക. അതിലേക്ക് നമുക്ക് ചിരകി വെച്ച തേങ്ങ ഇട്ട് കൊടുക്കാം. ഇതെല്ലാം പാടെ കുറച്ച് നേരം ഒന്ന് കളറ് മാറി വരും വരെ ഒന്ന് വാട്ടിയെടുക്കണം. അതിലേക്ക് നമ്മൾ അല്പം പൊടിച്ച് വെച്ച ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കാം. ഏലക്കാപ്പൊടി പൊടിച്ച് വെച്ച് ഇനി നമ്മൾ ആവശ്യത്തിന് മധുരം ചേർത്ത് കൊടുക്കാം. പഞ്ചസാര നമ്മൾ ആവശ്യാനുസരണം മധുരം ചേർത്ത് കൊടുക്കും. അങ്ങനെ നമ്മളെ ഫില്ലിങ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. അത് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. അങ്ങനെ നമ്മുടെ പഴം ഇവിടെ ചൂടാറി വന്നിട്ടുണ്ട്. അത് നമുക്ക് ഇനി തൊലി കളഞ്ഞ് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മുടെ പഴം തൊലി കളഞ്ഞ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. പിന്നെ ഇതിന് കറുത്ത ആരൊന്നുമില്ല, അതുകൊണ്ട് നമുക്കിത് ഇങ്ങനെ തന്നെ ഉടച്ച് ചേർക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിന് ഞാനൊരു ഗ്ലാസ് കൊണ്ടാണ് ഉടക്കുന്നത്. അങ്ങനെ നമ്മുടെ പഴം ഇവിടെ ഉടച്ച് റെഡിയായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അല്പം അരിപ്പൊടി ചേർത്ത് കൊടുക്കണം. അരിപ്പൊടി ചേർത്ത് കൊടുത്താലേ നമുക്ക് ഇത് പരത്തി ഉരുട്ടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഒരിക്കലും അരിപ്പൊടി ചേർക്കാതെ ഇത് നമുക്ക് ഉരുട്ടിയെടുക്കാൻ സാധിക്കുന്നതല്ല. അങ്ങനെ ഉന്നക്കായക്കുള്ള പഴം ഇവിടെ അരിപ്പൊടിയും ചേർത്ത് കുഴച്ച് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഫില്ല് ചെയ്തെടുക്കാം. അങ്ങനെ അത് ഫില്ല് ചെയ്തെടുക്കാൻ ഞാൻ പുതിയൊരു ട്രിക്കാണ് ഉപയോഗിക്കുന്നത്. ഒരു കവർ എടുത്ത് അതിൽ വെച്ചാണ് ഞാനിത് മാവ് പരത്തുന്നത്, പഴം പരത്തുന്നത്. അതിലേക്ക് നമ്മൾ ഇതുവരെ അതിൻ്റെ ഫില്ലിങ് ചേർത്ത് കൊടുത്ത ശേഷം ഇതുപോലെ മടക്കിയ ശേഷം ആ തുറന്നിരിക്കുന്ന ഭാഗം മൂടിക്കൊടുക്കുക. മൂടിക്കൊടുത്ത് ഏകദേശം ഒരു അടട പരുവമായി. അതിനി നമ്മൾ കയ്യിലെടുത്ത് നമ്മൾ ഉന്നക്കായയുടെ പരുവമാക്കുക. ഇതുപോലെ നമ്മൾ എല്ലാം ഉരുട്ടിയെടുക്കുക. അങ്ങനെ നമ്മുടെ ഉന്നക്കായ എല്ലാം തന്നെ ഇവിടെ ഉരുട്ടി റെഡിയായി വെച്ചിട്ടുണ്ട്. ഇനി അത് നമുക്ക് പൊരിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ഉന്നക്കായ പൊരിക്കാനുള്ള എണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായി പൊരിച്ചെടുക്കാം.
അപ്പോൾ നമ്മുടെ ഉന്നക്കായ വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് കോരി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. അപ്പം നമ്മുടെ ഉന്നക്കായ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിലും ഉണ്ടാക്കി നോക്കുക. ഞാൻ ഒരെണ്ണം എടുത്ത് കഴിച്ച് നോക്കിയാക്കട്ടെ. സൂപ്പറാണ്.